ഇന്നത്തെ സെൻസേഷണൽ ന്യൂസ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് അതിജീവിത ഇന്നലെ മൊഴി കൊടുത്തിട്ടുണ്ട്. അതുപ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതാണ് എല്ലാ മീഡിയകളിലും സെൻസേഷണൽ ന്യൂസായിട്ട് വന്നിട്ടുള്ളത്. ഞാനൊരു കാര്യം പറയാം. ഒരു ആണും പെണ്ണും തമ്മിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം, അത് ഭർത്താവുള്ള ഭാര്യ ആയാൽ പ്രശ്നമൊന്നുമില്ല. ഇവിടെ സംഭവിച്ചത് അത് തന്നെയാണ്. അവർ തമ്മിൽ ബന്ധപ്പെട്ടു, ഗർഭിണിയായതിന് ശേഷം സ്ത്രീക്ക് ഭർത്താവുണ്ട് എന്നുള്ള വിവരം അറിയുമ്പോൾ ഒരു കാരണവശാലും ഈ വ്യക്തിക്ക് ഭർത്താവുള്ള സ്ത്രീയെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണെങ്കിലും അത് തെറ്റായി നമ്മളെ നിയമപ്രകാരം സ്ത്രീയുടെ പക്ഷത്ത് നിന്ന് സ്ത്രീക്ക് ഉഭയകക്ഷി പ്രകാരം ബന്ധപ്പെടാൻ പ്രശ്നമില്ല. അത് അവളെ ഇഷ്ടമാണ്. പുരുഷൻ ഉഭയകക്ഷി സമ്മതപ്രകാരം ബന്ധപ്പെട്ടതിന് ശേഷമാണ് സ്ത്രീ മറ്റൊരു പുരുഷൻ ഉള്ളത് അറിയുന്നതെന്ന് വിചാരിച്ചാൽ ആ സ്ത്രീയെ വിവാഹം കഴിക്കാനും പറ്റില്ല. ഇതും നമ്മളെ നിയമത്തിൽപ്പെട്ട തന്നെ. ഇനി മറിച്ചാണെന്ന് വിചാരിച്ചാൽ, ഇവർ തമ്മിൽ ബന്ധത്തിൽ ഗർഭം ധരിച്ചതിന് ശേഷം സ്ത്രീ അറിയാണ് പുരുഷന് മറ്റൊരു ഭാര്യ ഉണ്ട് എന്നറിഞ്ഞാൽ അത് ഒരു ചീറ്റിംഗ് കേസാണ്. സ്ത്രീക്ക് കേസിന് പോയാൽ ഈ വ്യക്തിയെ അകത്താക്കാനുള്ള വകുപ്പുണ്ട്. ഇതാണ് നമ്മളെ നിയമം. രണ്ട് രീതിയിൽ വന്നാലും ആണുങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഈ സ്ത്രീക്ക് മറ്റൊരു പുരുഷനുണ്ട് എന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ സ്ത്രീ കേസ് കൊടുക്കില്ല എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് ഇത്ര കാലം നടന്നത്. ഇപ്പോൾ അതെല്ലാം പൊളിഞ്ഞു. ഇനി നമ്മളെ പ്രശ്നം അതൊന്നുമല്ല. നമ്മളെ പ്രശ്നം കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പഞ്ചായത്ത് ഇലക്ഷൻ വരുന്ന സമയത്ത് രാഷ്ട്രീയ കക്ഷികൾ പരസ്പരം ചെളിവാരി എറിയൽ സ്വാഭാവികമാണ്. ഇക്കുറിത്തെ ചെളിവാരി എറിയൽ ഒന്ന് ശബരിമല പ്രശ്നവും ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നമാണ്. ഇവർ തമ്മിൽ ചെളിയെറിയുന്നത്, ഈ രണ്ട് ചെളിയെറിച്ചലും സമൂഹത്തിന് നല്ല ഇൻഫർമേഷനല്ല, നല്ല മെസ്സേജല്ല കൊടുക്കുന്നത്. നമ്മൾ വിശ്വസിച്ച് ഭരണത്തിലിരുത്തിയ ആൾക്കാരിൽ ബന്ധപ്പെട്ട ആൾക്കാർ ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചു എന്നുള്ള ഒരു പ്രശ്നത്തിൽ 5-6 ആൾക്കാർ ഇന്ന് ജയിലിലാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇടതുപക്ഷ സർക്കാരിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇത് ജനങ്ങളിൽ നിന്നും മറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നം വരണം എന്ന് വിചാരിച്ചാൽ കോൺഗ്രസ്സിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകണം. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി കോൺഗ്രസ്സിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം തെറ്റ് തന്നെയാണ്. ഇതിപ്പോൾ കേസായി പുകിലായി ജനങ്ങളുടെ മുന്നിൽ തെറ്റായ രീതിയിൽ തന്നെയാണ്. തെറ്റുകൾ പുറത്തു വന്നു. ഇപ്പോൾ പരസ്പരം ചെളിവാഴി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ 5 കൊല്ലം ഒരു ഭരണത്തിനെ കൊണ്ടും പിറ്റത്തെ 5 കൊല്ലം മറ്റൊരു ഭരണത്തിനെ കൊണ്ടും ഇവർ 2 കൂട്ടരും നമ്മൾ ഭരിച്ച് നമ്മൾ പഴയ മാതിരി അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര കാലം അതന്നെ കണ്ടത്, ഇപ്പോഴും അതന്നെ നടക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് മെച്ചമായൊരു കാര്യം നടന്നു എന്നുള്ളത് കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് 2 രാഷ്ട്രീയ കക്ഷികളും ചെയ്തത് ഒരുപോലെ തന്നെയാണ്. എന്നാൽ ഈ മുട്ടനാടുകളെ കൂട്ടിയിടിച്ച് അതിൽ നിന്ന് ചോര വന്നാൽ കുടിക്കാൻ നിൽക്കുന്ന ഒരു പാർട്ടിയുണ്ട്, പുറത്ത് നിൽക്കണം. അപ്പോൾ ഇവർ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഇതിൻ്റെ ലാഭമായിരിക്കാണ്. ഈ ലാഭം നാളെ കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കേരളത്തിൽ മറ്റൊരു കക്ഷിക്ക് കൂടി വളരാനുള്ള ഒരു സാഹചര്യം വരുത്തി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഇതിൽ നിന്ന് വരുന്നുള്ളൂ. സാധാരണ ജനങ്ങൾക്ക് ഇതിൽ കൊണ്ടൊരു നല്ല കാര്യമില്ല. ഇനി ആത്മാർത്ഥമായിട്ട് ഇടതുപക്ഷത്തെയും
വലതുപക്ഷത്തെയും സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, നിഷ്പക്ഷപാതികളല്ലാത്ത ആൾക്കാർ. ഏത് കാര്യം വന്നാലും എന്തു തന്നെ ഭരണത്തിൽ ശരിയും തെറ്റ് ചെയ്താലും അവർ രാഷ്ട്രീയ അന്ധത ബാധിച്ച് അതാത് പാർട്ടികൾക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ. അത് കാലാകാലങ്ങളായിട്ട് കിട്ടുന്ന വോട്ട് ബാങ്കാണ്. ഈ വോട്ട് ബാങ്കിലുള്ള ജനങ്ങളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ രണ്ട് കൂട്ടരും സമൂഹത്തിന് നല്ല ഇൻഫർമേഷനാണ് കൊടുത്തത്. ഞങ്ങളെന്ത് ചെയ്യണം? ഇതിനു കൂടി നിങ്ങൾ മറുപടി പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഭരണത്തിൽ കയറ്റിയിട്ട് ഞങ്ങളെ നന്നാക്കാൻ കയറുന്ന ആൾക്കാർ നിങ്ങൾ നന്നായി പുറത്തിറങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിന് മറുപടി നിങ്ങൾ പറയണ്ടേ? ഇക്കുറി എങ്ങനെ ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് തരേണ്ടത്? അതോ നിങ്ങൾ രണ്ട് കൂട്ടരും കൂടി അച്ചാരം വാങ്ങിയിട്ട് മറ്റൊരു പാർട്ടിക്ക് വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത്? നിങ്ങൾ തുറന്നു പറയും. ഇത് ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ലേ? ജനങ്ങൾ മനസ്സിലാക്കണ്ടേ? കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലുള്ള രാഷ്ട്രീയം മാതിരിയല്ല. നമ്മൾ ഒരു ആത്മാർത്ഥ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. നമ്മൾ നമ്മളെ ഭാവി നാളേക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ്. ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഈ രീതിയിലുള്ള ഡ്രാമകൾ നിങ്ങൾ ചെയ്താൽ ഞങ്ങൾ സ്നേഹിക്കുന്ന ഈ രാഷ്ട്രീയത്തിൽ സ്നേഹിക്കുന്ന ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിന് നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. ഇതിന് നിങ്ങൾ മറുപടി തരണം ഞങ്ങൾക്ക്.